ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ നൽകുന്ന നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയിലെ പ്രാതിനിധ്യമുള്ള വ്യവസായികൾക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് നിങ്ങൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ തണൽ എന്തൊക്കെയാണ്? ഈ ഒരു അംബർല പിടിച്ചാൽ വെയിലത്ത് നിന്ന് സംരക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ കണക്ക് ഈ അസോസിയേഷൻ പറഞ്ഞൊരു അംബർലയാണ്. രാഷ്ട്രീയ ചായവില്ല, ഒരു രാഷ്ട്രീയ ചായവില്ല. ഞങ്ങളെ ഏത് ഗവൺമെൻറ് ഒന്നും നമ്മളെ ചേർത്ത് നിർത്തും. കാരണം നമ്മൾ അതിൻ്റെ ഒരു പാർട്ടാണ്. ഞങ്ങൾക്ക് ഗ്രാൻഡ് തരുന്നുണ്ട്. ലോകത്തെവിടെയും ഇതുപോലൊരു സംഘടന കേരള സ്റ്റേറ്റ് എന്നാണ്. ഇപ്പോൾ അങ്ങനെ തുടങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ കിട്ടത്തില്ല. ലോകത്തെങ്ങും സർക്കാരിൻ്റെ ഗ്രാൻഡോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയില്ല. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ ആശയം കൺസീവ് ചെയ്തത് ആദ്യത്തെ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി ടി വി തോമസാണ് ഈ ഒരു ആശയം കൺവേ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയമാണ് ചെറുകിട വ്യവസായ അസോസിയേഷൻ പറഞ്ഞത്. ശരിക്കും തുടങ്ങാനായിട്ടുള്ള ഇൻസ്പിറേഷൻ അദ്ദേഹമാണ്. ഈ അംബർലയിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾ സംഘടനയിലെ അംഗങ്ങൾക്ക് നൽകുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ ഈ പള്ളിശ്ശേരി തന്നെ ഒരു 5-6 മാസം മുമ്പ് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അപ്പുറത്ത് ആൾക്കാർ താമസമാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിബന്ധന അനുസരിച്ചിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും പാലിച്ചിട്ടുണ്ട്. ഇവിടുന്ന് 12 മീറ്റർ, അവിടുന്ന് 12 മീറ്റർ, 4 വശത്തും 12 മീറ്റർ വിട്ടിട്ടാണ് അവൻ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് പോലും സൗണ്ട് പൊല്യൂഷൻ, പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ എവിടെയാണോ വോട്ട് കൂടുതൽ കിട്ടുന്നത് അങ്ങോട്ട് അനുകൂലിച്ച് നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളാകുമ്പോഴത്തെ അവിടെ നയപരമായുള്ള ഇടപെടൽ, അവിടെ നമ്മൾ ഇടപെട്ട് നമ്മളവിടെ ചെന്ന് കുസ്തി വിടാനൊന്നുമല്ല പോകുന്നത്. അവിടെ ഒന്ന് ഈ ആളുടെ മാനസികാവസ്ഥയാണ്. അവനൊരു ആത്മബലം കൊടുക്കുക, പിന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അത് പരിഹരിക്കുക. അത് തന്നെ നയപരമായിട്ട് അതല്ലെങ്കിൽ MLA മന്ത്രിയോ ഒക്കെ ഇടപെടുത്തിക്കണമെങ്കിൽ അതോടൊപ്പം ഈ തൊഴിൽ തർക്കങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ നോക്കുകൂലി പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിഹരിക്കാനായിട്ട് നിങ്ങൾ നമ്മൾ ഇടപെടാറുണ്ട്. ഏത് തരത്തിൽ ഇടപെടും? ഒരുപാട് വ്യവസായിക്ക് എന്ത് പ്രശ്നം വന്നാലും. ഇപ്പോൾ വ്യവസായികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. നേരത്തെ പറഞ്ഞ പോലെ ചുമട്ടുതൊഴിലാളിക്ക് അതേ ഉള്ളൂ, അറിയില്ല. മറ്റവർ വന്നിട്ട് അത് ഇറക്കണേന് ഇത്രയാണെന്ന് പറഞ്ഞ് നോക്കി അവൻ കേട്ടോണ്ടിരിക്കുകയുള്ളൂ. ഇപ്പോൾ വ്യവസായ കേന്ദ്രവും KSSIയും ഒരു അമ്മ പെറ്റ 2 മക്കളെ പോലെയാണ്, ഒരുപോലെയാണ്. അവർക്ക് ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ലേബർ പ്രശ്നത്തിന് ഒരു വ്യവസായ കേന്ദ്രത്തിൽ GM-ന് വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, നിങ്ങളത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നമുക്കത് അവിടെ ഇറങ്ങി ചെല്ലാൻ പറ്റും. അതുപോലെ നിരവധി കാര്യങ്ങൾക്ക്